കൂട്ടുകാരെ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഒരു ട്രാവലുകളാണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് മോളുടെ സ്കൂളിലാണ് കേട്ടോ. അവർക്ക് ഇങ്ങനെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ആ യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡേ ആയിരുന്നു ഇന്ന്. അപ്പൊ നമ്മൾ അതിന് പോയി അവളുടെ മാർക്കൊക്കെ വാങ്ങി. അപ്പൊ മാർക്കൊക്കെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ദുർഗയ്ക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ വേറെയും കാര്യം ഉണ്ടായിരുന്നു, അത് പിന്നെ അതിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളിതാ വീണ്ടും കുറച്ച് ഓണം ഷോപ്പിംഗ് ബാക്കി നിപ്പുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടി നമ്മളിതാ കടയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വഴിയിലുള്ള ഒരു അമ്പലമാണ് കേട്ടോ അത്. അങ്ങനെ നമ്മളിതാ കട എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു കൊച്ച് ആ ബൊമ്മയില് ഡ്രസ്സൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കൊടുത്താൽ ഇത്രയും ഭംഗി കാണുമെന്ന് അറിയത്തില്ല. പിന്നെ ആ കടയിൽ ഓഫറുകളുടെ വേറൊരു ലോകം തന്നെയായിരുന്നു കേട്ടോ. ഇത് 2 ബെഡ്ഷീറ്റ് 450 രൂപ എങ്ങാണ്ടാ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല തിരക്കുണ്ടായിരുന്ന കടയിൽ നമുക്ക് ഫോൺ പിടിച്ച് മാനേജ് ചെയ്യാന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. നല്ല തിരക്ക് തന്നെയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ പല സൈസ് ഓഫർ ഉണ്ടായിരുന്നു. അത് ഒരു ഓഫർ സെക്ഷൻ ആയിരുന്നേ. ഒരു ചുരിദാർ അത് മെറ്റീരിയൽ ആണേ. ഒരു ചുരിദാർ ഫ്രീ. അതായത് 498 രൂപയ്ക്കാണ് നമ്മുടെ ടോപ്പും പാന്റും എല്ലാം ഷോളും എല്ലാം കൂടി ഉള്ളത്. പിന്നെ മെറ്റീരിയൽ സെക്ഷന്റെ അടുത്താണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. എത്ര കളക്ഷൻ ആണെന്നറിയാവോ? ഏതെടുക്കണോന്ന് അറിയാണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും. എല്ലാം വാരിക്കൊണ്ട് ഓടാനായി എനിക്ക് സത്യത്തിൽ തോന്നിയത്. എന്നിട്ടും നമ്മള് ഒന്നല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പോക്കറ്റ് നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. പിന്നെ വരുമ്പോ ഈ ഡെമ്മി കിടന്നതാണ് നല്ല ഒരു ധാവണി സെറ്റ്. അത് ഡബിൾ ഷെയ്ഡിന്റെ ആണ്. അത് മീറ്ററിന് വരുന്നത് 198 200 സംതിങ് ആയിരുന്നു തോന്നി. പിന്നെ എനിക്ക് തയ്യലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് മെറ്റീരിയൽ എടുക്കണമായിരുന്നു. അപ്പം ഒരു നൈറ്റ് മെറ്റീരിയൽ വേണമായിരുന്നു. അങ്ങനെ അതിലേക്കൊക്കെ പോയി. പിന്നെ എന്റെ ഒരു പ്രധാന സ്ഥലമാണ് ഈ കടയിൽ വരുമ്പോൾ നമ്മുടെ ഈ കട്ട് ബീറ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് വരുന്ന തുണികള് ഈ ഒരു ബോക്സിൽ അവരിടും. അത് നമുക്ക് കുറഞ്ഞ വിലക്ക് കിട്ടും. പിന്നെ എനിക്ക് നമ്മുടെ തയ്യലിന്റെ ഭാഗമായിട്ട് കുറച്ച് ലൈനിങ് മെറ്റീരിയൽ വേണമായിരുന്നു. അങ്ങനെ അതെടുക്കാനായിട്ട് പിന്നെ കയറി. അത് എടുക്കാനാണ് കയറിയതെങ്കിലും എന്റെ കണ്ണ് പല സ്ഥലങ്ങളിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എന്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത കളക്ഷനുകളായിരുന്നു കേട്ടോ. എല്ലാവരും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത് മെറ്റീരിയൽ സെക്ഷനിൽ തന്നെയായിരുന്നു തോന്നുന്നേ. എന്ത് തിളക്കമുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊന്നും കുത്തി കൊള്ളത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അടിഭാഗം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കണ്ടോണ്ട് ഞാൻ ഇങ്ങനെ നടക്കുവാണ്. പിന്നെ നമ്മൾ കയറിയത് നമ്മുടെ സാരി സെക്ഷനിലോട്ടായിരുന്നേ. അവിടെയും ഗംഭീര ഓഫറുകളായിരുന്നേ. 198 249 അങ്ങനെ വിലയിലുള്ള കുറെ സാരികൾ ഉണ്ടായിരുന്നു. സാരികളെന്ന് പറഞ്ഞാൽ ഏത് സാരി എന്നറിയത്തില്ല. ആ ഒരു ഫ്ലോർ ഫുള്ള് സാരികള്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിഫോൺ സാരികളും ഇത് കണ്ടോ, നമ്മുടെ വർക്കുള്ള സാരികള് അതൊക്കെ 490 കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പട്ട് സാരിക്കൊക്കെ 250 ആ വിലയൊക്കെ ഉള്ളായിരുന്നേ. നല്ല സാരികളായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഷോയൊക്കെ കാണിച്ചു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ടിഷ്യൂവിന്റെ സാരി കണ്ടോ, നമ്മുടെ സെറ്റിന്റെ ആണ്. ടിഷ്യൂ സാരി ആയിരുന്നേ. അതിനും ഏതാണ്ട് 400 രൂപ കണ്ടൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ അതും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഞാൻ. പിന്നെ ആവശ്യമില്ലെങ്കിൽ ഞാൻ വെറുതെ ഈ സാരികളുടെ ഇടയിൽ കൂടെ അങ്ങ് നടക്കുവായിരുന്നേ. ഓരോന്നൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ഓരോന്ന് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. ചുമ്മാ വാങ്ങാനൊന്നുമല്ല, എന്നാലും നമ്മള് പെണ്ണുങ്ങളല്ലേ, ഒരു ആക്രാന്തം കാണുമല്ലോ. അത് ഞാൻ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദുർഗയ്ക്ക് അതെടുത്തിട്ട് പാവാടയും ബ്ലൗസും തയ്ക്കണമെന്നും പറഞ്ഞ് അവളും ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവളെ ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പാവം. പക്ഷെ ഈ പ്രാവശ്യം ഇച്ചിരി കൂളായിരുന്നു ആള്. പിന്നെ നമുക്ക് ആവശ്യമൊന്നുമില്ല, എന്നാലും ആ ലെഹങ്ക കണ്ടപ്പോ എന്റെ ദൈവമേ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എന്തൊരു തിളക്കമായിരുന്നു അറിയാവോ ആ ലെഹങ്കകള്. ഞാൻ സത്യത്തിൽ ഇതുവരെ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ എന്നാലും വെറുതെ ഞാനിങ്ങനെ പോയി എടുത്തോണ്ടിരിക്കുവായിരുന്നേ. നമ്മുടെ മക്കൾക്കൊക്കെ ഇനി ഇട്ട് കൊടുക്കാലോ. എടുത്താ പൊങ്ങാത്ത വെയിറ്റ് ആണെന്ന് തോന്നുന്നു എല്ലാത്തിനും. അപ്പൊ ആ മുകളിൽ തന്നെ ഒരു ബിൽഡിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നേ. അടുത്ത് പറയുമ്പോ നമ്മുടെ കൈത്തറിയുമായിട്ട് ബന്ധപ്പെട്ട സെറ്റുകളായിരുന്നേ. അതും ഗംഭീര സെലക്ഷനുകളാ. എന്തുവാ ഈ ഓണം വന്നാൽ ഇങ്ങനെ തുണികൾ ഇറങ്ങുമോ ദൈവമേ, കണ്ണടിച്ചു പോകുന്ന തുണികളായിരുന്നു എല്ലാ സെക്ഷനിലും. നല്ല തിരക്കുകളായിരുന്നു ഉണ്ടായിരുന്നേ. പിന്നെ വരുമ്പോ അടുത്ത ഫ്ലോറില് ടോപ്പുകളുടെ ഒരു ഓഫറുകളായിരുന്നേ. ഈ ടോപ്പിനൊക്കെ 240 താഴെയുള്ള വിലകളായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കിഡ്സ് വെയറിലും 243 248 ആ റേഞ്ചിലും
ടോപ്പുകളും ടീഷർട്സും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ ഒരു കൈ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കൈക്ക് നമ്മൾ പിന്നെ വല്ല അപേക്ഷയും കൊടുക്കണം തിരിച്ചു കിട്ടാൻ, അത്ര തിരക്കായിരുന്നു അവിടെ. പിന്നെ നമ്മൾ ബില്ലടിച്ചു, ഡെലിവറി എടുത്തു. പിന്നെ ദുർഗയ്ക്ക് അവിടെ പോയി നിന്ന് ആ ഡെമ്മിയുമായിട്ട് പോയി നിന്ന് കുറച്ചു നേരം ഷോ കാണിച്ചു. പിന്നെ വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ അടുത്ത ഓഫർ മേള വീണ്ടും. നമ്മുടെ നോൺ സ്റ്റിക്ക് തവ, ചട്ടി അതെല്ലാം കൂടെ 1200 രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അപ്പച്ചട്ടി വേണമായിരുന്നേ. അങ്ങനെ ഞാനൊരു അപ്പച്ചട്ടി വാങ്ങിച്ചു. പിന്നെ കടയിലും അപ്പച്ചട്ടി വാങ്ങിച്ചതിന്റെ ക്ഷീണത്തിലും ദുർഗയുമായിട്ട് വീണ്ടും ഒരു ബേക്കറി കയറി. ഞങ്ങളത് ഓർഡർ കൊടുത്തിട്ട് കാത്തിരിക്കുവാണേ. അവിടെ ഇന്ന് കൊടുത്താൽ അടുത്ത ആഴ്ച ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത്രയ്ക്കും തിരക്കാണ് ആ കടയിൽ. കാര്യം ഈ കടയുടെ തുണിക്കടയുടെ തൊട്ടടുത്താണല്ലോ. അപ്പൊ ഞങ്ങളുടെ സ്വന്തം ചിക്കൻ റോളാണ് ഓർഡർ ചെയ്തത്. പിന്നെ ദുർഗ ഒരു ചിക്കൻ റോൾ ആണെങ്കിൽ ഒരു ബോട്ടില് സോസ് അവള് തീർത്തിരിക്കും. പിന്നെ ഒരു പാൽ സർവത്തും മേടിച്ച് ഞങ്ങളിതാ രണ്ടുപേരും കൂടെ അത് കുടിക്കുവാണേ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വീണ്ടും ഒരു കല്യാണം ഉണ്ടായിരുന്നു. അത് എന്റെ നാട്ടിലാണ്, എന്റെ വീടിന്റെ അടുത്ത് വലിയഴിക്കലെന്ന് പറയും. അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും കണ്ണൂരിന് അംഗൻവാടിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങള് എല്ലാ യാത്രയും കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലോട്ട് പണ്ടാരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ എല്ലാരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ടാറ്റാ.